ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസോറ. നമ്മൾ 10th CBSE കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററായി റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മൾ വീഡിയോസിലെല്ലാം ഓരോന്നിനകത്തും വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ഒരേപോലെയുള്ളത് ചെയ്താണ് പോയിരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാവുന്ന രൂപത്തിലാണ് നമ്മുടെ ലൈവ് റെക്കോർഡഡ് വീഡിയോസ് എല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ്, നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ പല നമ്പറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ നമ്മൾ നമ്പർ പഠിച്ചേക്കണം? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, അത് 1 2 3 എക്സെട്ര വരുന്നതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾ നമ്പറാണ്, 0 1 2 3 എക്സെട്ര വരും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചേക്കണയാണ്. ഇനി അടുത്ത നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറാണ്. എ നമ്പർ ഈസ് ദ ഫോം ഓഫ് p/q. p/q എന്ന രൂപത്തിൽ എഴുതാവുന്നതും q നോട്ട് ഈക്വൽ ടു 0യുമായ നമ്പർ സിസ്റ്റമാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പറിൻ്റെയും ഇറാഷണൽ നമ്പറിൻ്റെയും കൂടെ ജോയിൻ ചെയ്ത് വരുന്നതിനെയാണ് റിയൽ നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റം പ്രൈം നമ്പറാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓൺലി 2 ഫാക്ടർ 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. നമ്മൾ ഏത് നമ്പറാണോ പറയുന്നത് ആ നമ്പറും ഒന്നും ഒഴിച്ച് വേറെയൊന്നും ഫാക്ടർ ഇല്ലാത്തതിന് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 2 ഫാക്ടേഴ്സ്, ഒന്നിൽ കൂടുതൽ ഫാക്ടർ വരുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് പ്രൈം ഫാക്ടറൈസേഷനാണ്. പ്രൈം നമ്പറുകളെ കുറിച്ചാണ് മെയിനായിട്ട് വരുന്നത്. അത് വെച്ചാണ് നമ്മൾ പ്രോബ്ലംസ് കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്നത്. പ്രൈം നമ്പർ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2, അതായത് ഓൺലി 2 ഫാക്ടറാണ് 1 ആൻഡ് 2 ഇറ്റ് സെൽഫ്. ദ നെക്സ്റ്റ് പ്രൈം നമ്പർ ഈസ് 3, 1 × 3. 1 ആൻഡ് 3 മാത്രമേ ഫാക്ടേഴ്സ് വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഏതാ? 5, 1 × 5. നെക്സ്റ്റ് വൺ 7, 1 × 7. ദെൻ 9 പ്രൈം നമ്പർ അല്ല, കാരണം 9നെ നമുക്ക് 3 × 3യും കൂടെ എഴുതാം. മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ കാണാം ഈവൺ നമ്പർ, ഒരേ ഒരു ഈവൺ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ 2. ബാക്കിയെല്ലാം നമുക്ക് വരുന്ന ഓഡ് നമ്പേഴ്സാണ് പ്രൈം നമ്പറായിട്ട് വരുന്നത്. 11, അടുത്ത 1 × 11 എക്സെട്ര പോകും. ഇനി ഇവിടെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 6നെ നമ്മൾ എടുക്കുവാണെങ്കിൽ 1 × 6 6 എന്ന് എഴുതാം, 2 × 3 6 എന്ന് എഴുതാം. ഇവിടെ എന്താണ്? 6ന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഈ 6നെ നമുക്ക് ഈ 2ഉം 3യും എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ ഓരോ കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടും കൂടി എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 15 ആണ്, 3 × 5, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. ദെൻ അടുത്ത നോക്കുക 20നെ നമുക്ക് എന്തെഴുതാം? 4 × 5. 4നെ നമുക്ക് വീണ്ടും ഫാക്ടർ ചെയ്യുമ്പോൾ 2 × 2 × 5. അപ്പോൾ ഇവിടെ 2 പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് നമ്പർ 20 എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി പ്രൈം നമ്പറാണ്. അപ്പോൾ ഓരോ കോമ്പോസിറ്റ് നമ്പറിനെയും നമ്മൾ എന്താക്കാം? പ്രോഡക്റ്റ് ഓഫ് ദി പ്രൈം നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രൈം ഫാക്ടറൈസേഷനും HCF, LCM, ഇറാഷണൽ നമ്പറാണ് ഷോ ചെയ്യാൻ. അങ്ങനെ ഒരു 3 ടോപ്പിക്കാണ് ഇതിനകത്ത് മെയിൻ വരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ വീഡിയോസിലെല്ലാം ചെയ്തു പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുമാണ് വരുന്നത്. അത് വളരെ കുട്ടികൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം കുട്ടികളെല്ലാം ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കിയാൽ വളരെ ഈസിയാക്കി ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസിയായി ചെയ്യാൻ പറ്റും. റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓരോ വർഷങ്ങളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, സ്റ്റേറ്റ് ദ ഫണ്ടമെൻ്റൽ തിയറം ഫൈൻഡ് ഡിവൈസർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 1024. ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് എടുക്കാം, 1024. 1024നെ നമ്മൾ നേരെ പ്രൈം ഫാക്ടറായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഈവൺ നമ്പറാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 512 വരും. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5ൻ്റെ നേരെ ഹാഫ് 256 വരും. ദെൻ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. 256ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നേരെ ഹാഫ് വരുമ്പോൾ 1 വരും. 5നകത്ത് 2 വരും, 128 വരും. 128നെ വീണ്ടും 2 കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 വരും. 64നെ 2 എഗെയിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 32. 32നെ വീണ്ടും 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 16. 16നെ വീണ്ടും 2, 8. 8നെ വീണ്ടും 2, 4നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് പ്രൈം നമ്പറാണ്. ഓരോന്നിനും നേരെ ഹാഫായിട്ട് എടുത്താൽ കൊണ്ടുവന്നാൽ മതി, ഈവൺ നമ്പറാണ്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5
6, 7, 8, 9, 10 ആണ്. അപ്പോൾ 1024 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈം ഫാക്ടർ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. എന്താണ്? 2⁻10 വരും. അപ്പോൾ അതിൻ്റെ ആൻസറായി, ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസറായി. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ 120 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 120. 120 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 16 വരും. 16നെ 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 30 വരും. 30യെ നമ്മൾ എന്തുകൊണ്ടാണ് 200 ഡിവൈഡ് ചെയ്യുക? 15 വരും. 50യെ നമ്മൾ യൂണിറ്റ് പ്ലേസിൽ 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5 ആകുമ്പോൾ 5 × 3 15 വരും. അപ്പം ഇതിൻ്റെ 120യുടെ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻3 × 5 × 3 വരും. അപ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടറായി. അപ്പോൾ ഓരോ നമ്പറിനെയും ഇതുപോലെ നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിനെ ഡിവൈഡ് ചെയ്ത് 200 ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. യൂസിങ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ ഓരോന്നിനെയും പ്രൈം ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 144നെ നമ്മൾ പ്രൈം ഫാക്ടർ ആക്കണം. അപ്പോൾ 200 ഡിവൈഡ് ചെയ്തു. 144ൻ്റെ നേരെ ഹാഫ് വരുമ്പോൾ 72 വരും. 72ൻ്റെ നേരെ ഹാഫ് 36 വരും. 36ൻ്റെ ഹാഫ് 18 വരും. 18ൻ്റെ ഹാഫ് 9 വരും. 9നെ നമ്മൾ നേരെ പകുതി എടുക്കാൻ പറ്റില്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താണ്? 9ൻ്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അനുസരിക്കുമ്പോൾ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. അപ്പോൾ 3 × 3 വരും. അപ്പോൾ ഇവിടെ നമ്മൾ 144ൻ്റെ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 144 എന്ന് പറഞ്ഞാൽ എത്ര 2 ഉണ്ട് നോക്കാം? 1, 2, 3, 4. അപ്പോൾ 2⁻4 × 3 രണ്ടെണ്ണം ഉണ്ട്. 3, 1, 2. അപ്പോൾ 3⁻2 വരും. അപ്പോൾ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2⁻4 × 3⁻2 വരും. ഇതുപോലെ ഏത് പ്രോബ്ലവും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, നമുക്ക് 15ൻ്റെ പ്രൈം ഫാക്ടർ എടുക്കാം. 15ൻ്റെ വരുമ്പോൾ 25. 25ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 5 ആയതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 × 5 25. ഇനി വേറെ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ 50യെ നമുക്ക് പ്രൈം ഫാക്ടർ ആകുമ്പോൾ ഏതൊക്കെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 5² വരും നമ്മുടെ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഏത് നമ്പർ തന്നാലും നമ്മൾ നേരെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാവുന്നതാണ്. ഓരോ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 റുപ്പീസ് ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.